ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത, നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് MG പ്രതീഷാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. പ്രതീഷ്, ഗുരുതരമായ ആരോപണത്തിനും പ്രതിഷേധത്തിനും ഒക്കെ ഒടുവിൽ ഇതാ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഡോക്ടറെ നേരത്തെ സ്ഥലം മാറ്റിയത് ഇപ്പോൾ സസ്പെൻഷനിലേക്ക് എത്തിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ്? വിനീത, തീർച്ചയായും നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഒടുവിൽ കടുത്ത നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ഥലം മാറ്റി ഉത്തരവിറക്കിയ അതേ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആരോഗ്യവകുപ്പ് വീണ്ടും ഉത്തരവിറക്കിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിലെ പ്രതിഷേധങ്ങളുടെ ഭാഗമായി കൂടിയാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് പോയിരിക്കുന്നത്. ഈ സസ്പെൻഷൻ ഉത്തരവിൽ ഗുരുതരമായ ചില പരാമർശങ്ങൾ കൂടിയുണ്ട്. നവജാത ശിശുവിന്റെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട പരാതികൾക്കപ്പുറം കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ദൃശ്യമാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെട്ടെന്നും അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഡോക്ടറെ സർവീസിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നതുമെന്നതാണ് ആരോഗ്യ വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത്. അതായത് നേരത്തെയും കുറെ ആരോപണങ്ങൾ ഈ ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ ഉണ്ടായിരുന്നു. DMOക്ക് 2 പരാതികൾ നേരത്തെ ലഭിച്ചിരുന്നു. ആ പരാതികൾ കൂടി ആരോഗ്യ വകുപ്പ് ഗൗരവത്തോടെ എടുത്തുകൊണ്ട് ഇപ്പോൾ ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലത്തെ പ്രതിഷേധങ്ങളുടെ ഭാഗമായായിരുന്നു പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് ആദ്യം ബിന്ദു സുന്ദറിനെ സ്ഥലം മാറ്റിയത്. പക്ഷേ ആ പ്രതിഷേധത്തിന് അയവുണ്ടായിരുന്നില്ല. നാട്ടുകാരും ബന്ധുക്കളും അടക്കം ആശുപത്രി ഉപരോധിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് പോയി. അവിടെ എത്തിയ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തിന് അകത്ത് കയറാൻ പോലും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധത്തിലേക്ക് സർക്കാർ ആശുപത്രി പോയപ്പോഴാണ് ഗത്യന്തരമില്ലാതെ ആരോഗ്യവകുപ്പ് കടുത്ത നടപടിയിലേക്ക് പോയിരിക്കുന്നത്. അങ്ങനെ ഡോക്ടർ ബിന്ദു സുന്ദറിനെ ഇപ്പോൾ അന്വേഷണ വിധേയമായി ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കുടുംബത്തിന്റെ ആരോപണങ്ങൾ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടപടി എടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കൂടി ഇനി ആരോഗ്യവകുപ്പ് പരിഗണിക്കും. എന്തായാലും ആദ്യഘട്ടത്തിൽ ഒരു നിർബന്ധിത അവധിയായിരുന്നു ഡോക്ടർ ബിന്ദുവിന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ നൽകിയ ആദ്യ നടപടി. അതിന് പിന്നാലെ വീണ്ടും പ്രതിഷേധം ശക്തമായി. അങ്ങനെ സ്ഥലം മാറ്റത്തിലേക്ക് ആരോഗ്യവകുപ്പ് എത്തി. പക്ഷേ അതുകൊണ്ടും പ്രതിഷേധം അടങ്ങാത്ത പശ്ചാത്തലത്തിൽ അച്ചടക്ക നടപടി അത് സസ്പെൻഷനായി തന്നെ ആരോഗ്യവകുപ്പ് എടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.